ഞാൻ ഇപ്പോൾ ഉള്ളത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ഞാൻ നാട്ടിലേക്ക് പോയിക്കൊടുക്കുകയാണ്. കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റ് ഭയങ്കര കൂടുതലായത് കാരണം ഞാൻ തിരുവനന്തപുരത്താണ് ഇറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ട്രെയിൻ വഴി ഷൊർണൂർ, പിന്നെ നിലമ്പൂർ, അങ്ങനെ പോകാനാണ് എൻ്റെ പ്ലാന്. എയർ അറേബ്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഫ്ലൈറ്റ് മുകളിലെത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പ് കാരണം 30 ദിർഹംസ് കൊടുത്താണ്ട് ഒരു ഫുഡ് മേടിച്ചു. ഇതിൽ സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, ക്യാരറ്റ്, അതുപോലെ ഒരു സോസ് ഉണ്ട്, അതുപോലെ ബീഫ് ഉണ്ട് കേട്ടോ. നല്ല കിടിലൻ ഫുഡായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് കിടക്കുകയാണ് ഞാൻ. ഏകദേശം ഒരു 4 മണിക്കൂറോളം ഉണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. പുലർച്ചെ 5 മണിക്ക് ഞാൻ അവിടെ എത്തും. 6 മണിക്ക് ജനശതാബ്ദി ട്രെയിൻ ഉണ്ട്, അതിലാണ് പോകുന്നത്. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി പിന്നെ എണീറ്റപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര പിന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. അബുദാബിയും തിരുവനന്തപുരം തമ്മിലുള്ള സ്കൈ വ്യൂവിൻ്റെ ഒരു വ്യത്യാസം നോക്കും കേട്ടോ. അബുദാബിയിലാകുമ്പോൾ നല്ല അടുക്കും ചിട്ടയോടുള്ള റോഡുകളും നല്ല ലൈൻ ഒപ്പിച്ചിട്ടുള്ള റോഡുകളാണ്. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു ഓർഡറില്ലാത്ത ആകെ അലങ്കോലായിട്ട് കിടക്കുന്ന ടൗൺ പ്ലാന്. ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ അത് കാണാൻ അവിടെ ഇവിടെയും തമ്മിൽ. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയ ശേഷം ഒരു ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എന്തെങ്കിലും വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയത്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ജനശതാബ്ദി തന്നെ ബുക്ക് ചെയ്തു. ഇതിൻ്റെ സീറ്റാണ് എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത്. വളരെ ഇടുങ്ങിയ സീറ്റാണ്. അത്യാവശ്യം തടിയിൽ ഒരാൾ വന്നാലൊന്നും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടോ ഇത് എല്ലാം കൂടെ കൊണ്ടുപോകാനും പിന്നെ സീറ്റിൻ്റെ വീഡിയോ എല്ലാം കാരണം ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തത്, പക്ഷേ കിട്ടിയത് ഇതാണ്. വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റാണ് കിട്ടിയത്. പക്ഷേ ഞാൻ സീറ്റ് മാറിയിട്ട് വേറെ സ്ഥലത്താണ് ഇരുന്നത്. മാസങ്ങളോളം ആ ചൂടത്ത് ഇങ്ങനെ പണിയെടുത്തിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിട്ട് മനസ്സിക്ക്. പക്ഷേ നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പച്ചപ്പുണ്ട് എന്നുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ചൂട്. ഇവിടെ പെട്ടെന്ന് നമ്മൾ വിയർത്ത് ചളി പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. അതുപോലെ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് വൃത്തിയാണ്. ഈ റെയിൽവേ ട്രാക്കിലാണെങ്കിലും പ്ലാറ്റ്ഫോമിലാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് മാലിന്യം മനുഷ്യ വിസർജ്യമൊക്കെ ഉണ്ടായിട്ട് നാറിയിട്ട് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ, നമുക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് റെയിൽവേ പാളത്തിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. പക്ഷേ ഈ ട്രെയിനിൻ്റെ അകത്ത് അങ്ങനെ വലിയൊരു വൃത്തി അങ്ങനെ ഒരു സെറ്റപ്പില്ലായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ 4-5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഏകദേശം ഉച്ചയായിട്ടുണ്ട്. നല്ല ചൂട്, നല്ല വിശപ്പ്, എല്ലാം കൂടിയിട്ട് ആകെ ഒരു അലച്ചിലായിരുന്നു ഇന്ന് മൊത്തം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും എന്നെ ഞെട്ടിച്ചളഞ്ഞു. കാരണം നല്ല വൃത്തി. സാധാരണ ഇത്രയും വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇത് ട്രാക്കിലാണെങ്കിലും എവിടെ നോക്കിയാലും നല്ല വൃത്തി, സ്മെല്ല് അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല വൃത്തിൻ്റെ സ്മെല്ലും ബാഡ് സ്മെല്ലും ഒന്നുമില്ല. ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്. അവിടുത്തെ പ്ലാറ്റ്ഫോമാണ്. ഇവിടുത്തേക്ക് വൃത്തി നോക്കിയേ, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്തൊരു സംഭവമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊക്കെ നല്ല വൃത്തി വന്നിട്ടുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ ട്രാക്കിൽ ഈ പൈപ്പിലെ വെള്ളമൊന്നും പൊട്ടിയിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ അനാവശ്യമായിട്ട് ട്രാക്ക് ക്രോസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മൊത്തം ഒരു അച്ചടക്കം ഇപ്പം നമ്മുടെ റെയിൽവേക്കൊക്കെ വന്നിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് മസാജിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് തന്നെ. പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം വീണ്ടും നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ മാറി കയറിയിട്ടുണ്ട്. മസാജ് എന്ന് പറയുമ്പോൾ സ്പായും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മസാജ് ചെയറാണ്. അരമണിക്കൂറിന് 250 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു അരമണിക്കൂർ ഇരുന്ന് പിന്നെ ഒരു റെസ്റ്റ് ചെയ്യുന്നൊരു റൂമുണ്ട്. അവിടെ 1 മണിക്കൂറിന് 30 രൂപ. അതിനൊക്കെ അവിടെ ഇരുന്നിട്ട് ഇവിടെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നിലമ്പൂരിലേക്ക് പോവാണ്. അപ്പോൾ ഷൊർണൂർ നിലമ്പൂർ റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റൂട്ടുകളിലൊന്നാണ്. നമ്മുടെ റെയിൽവേ മന്ത്രിയൊക്കെ ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് തേക്കുകളാട്ടോ. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് അധികം ഒരു പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. നല്ല മഴക്കാലാണെങ്കിൽ അടിപൊളി സീനറി ആയിരിക്കുന്നത്. ഈ മുഖം ഇങ്ങനെ പൊത്തി വെച്ചേക്കുന്നത് ബാഡ് സ്മെല്ല് കൊണ്ടൊന്നുമല്ല, ഇടയ്ക്ക് ടയർ കരിഞ്ഞ മണം വരുന്നുണ്ട്. അത് എന്താ കാരണം വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നല്ല പാടങ്ങളും ഭയങ്കര സീനറി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക്. തേക്കും തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറേ തെങ്ങിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രൈവറ്റാണ്. അതുപോലെ ഈ തേക്കൊക്കെ ഗവൺമെൻറ് ഓൺഡാണ് മിക്കവാറും.
നിലമ്പൂരിലേക്കുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടാണ്. നമുക്കങ്ങനെ കയറി മുറിക്കാനും പറ്റുന്നില്ല. ഗവൺമെൻറ് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തുനിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറും കൂടി ഇനി നിലമ്പൂരിലേക്കുള്ളൂ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലും മെയിൻ വൃത്തിയൊക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ ട്രാക്കും നല്ല വൃത്തിയുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതും അതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേയും റെയിൽവേ പ്ലാറ്റ്ഫോമും എല്ലാം. അതുപോലെ ഇങ്ങനെ കൊയ്ത് വെച്ചിരുന്ന പാടൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല സീനറിയോട് കൂടി ഇങ്ങനെ പോകാം. ഇതൊക്കെ ചെറിയ പ്ലാറ്റ്ഫോമാണ്, എന്നാലും ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരും എല്ലാവരും നല്ല നീറ്റായിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് നല്ല നീറ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ വാണിയമ്പലം എത്താനായിട്ടുണ്ട്. നിലമ്പൂരിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് വാണിയമ്പലം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം നല്ല വൃത്തി എന്നല്ല, മുന്നത്തേക്കാൾ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ നിലമ്പൂർ ഷൊർണൂർ ട്രെയിനായിട്ടായി കിടക്കുന്നത്. അത് വാണിയമ്പലം സ്റ്റേഷനിലാണ് പിടിച്ചിടുക. എന്നിട്ട് നമ്മുടെ വണ്ടി പോയതിന് ശേഷം മാത്രമേ അത് പോവുകയുള്ളൂ. അങ്ങനെ അവിടുന്ന് പോയി ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്ക് അടുക്കാനായിട്ടുണ്ട്. അവിടെ ഇതുപോലെ തെങ്ങ്, അതുപോലെ കവുങ്ങ്, തേക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പുല്ലൊക്കെ നല്ല ഉണങ്ങിയിട്ടുള്ള പുല്ലുകളാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മളിനി നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ എത്താറായിട്ടുണ്ട്. ഇതാണ് നിലമ്പൂർ സ്റ്റേഷൻ. ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇനി അങ്ങോട്ട് ഈ ബ്രിട്ടീഷുകാരൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് ട്രാക്കുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇവിടുന്ന് ഇനി ട്രെയിൻ തിരിച്ചു പോകും. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. വൃത്തിയാണെങ്കിലും അതുപോലെ സൗകര്യങ്ങളാണെങ്കിലും ഒരുപാട് ട്രാക്കുകളും പ്ലാറ്റ്ഫോമുകളും എല്ലാം കൂടിയിട്ടുണ്ട്. അതുപോലെ ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല ഫാർ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇതുപോലത്തെ റോഡുകളിലൊക്കെ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.